സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടം. ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റ് ആലപ്പുഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കി. അമ്പലപ്പുഴ സ്വദേശി പ്രദീപിന്റെ വീടിന്റെ മുൻഭാഗം നിലംപൊത്തി. പൂന്തുരുത്തിയിൽ ഒരു വീടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. സമീപത്തെ മറ്റൊരു വീടിനും കേടുപാട് പറ്റി. കുട്ടനാട്ടിൽ മങ്കൊമ്പ്, ചമ്പക്കുളം, എടത്വ, തായങ്കരി എന്നിവിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ശക്തമായ മഴയ്ക്കൊപ്പം കിഴക്കൻ വെള്ളം കൂടി ഒഴുകിയെത്തിയതോടെ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു. രോഗികളും കുട്ടികളും അടക്കമുള്ളവരാണ് വീടിനകത്ത് വെള്ളക്കെട്ടിൽ കഴിയുന്നത്. അതേപോലെ ഇരിക്കുകയുള്ളൂ. ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ആളാണ്. ഇവിടെ എല്ലാവരോടും പറയുകയും പിടിക്കുകയും ചെയ്തിട്ട് ഒരു ഫലം ഉണ്ടായിട്ടില്ല. ഇതുവരെ അവർ ഒന്ന് തിരിച്ചു നോക്കണമെന്ന് അവർ കൗൺസിലറുണ്ട് ഇവിടെ. ഇതുവരെ ഒന്നും ഈ മുറ്റത്ത് വന്നിട്ടില്ല. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചു. തൃശൂർ തൃപ്രയാർ റൂട്ടിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടയത്തും പത്തനംതിട്ടയിലും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.